ഓഗസ്റ്റ് 10 19-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച, വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ദിനം. യോഹന്നാൻ 12:24 മുതൽ 26 വരെ വാക്യങ്ങൾ. ഒരിക്കലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാത്ത ഒരു വ്യക്തിയെക്കുറിച്ചൊരു കഥയുണ്ട്. ഇടവക ഒരു വലിയ ധനസമാഹരണ യജ്ഞം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഉദാരമായി സംഭാവന നൽകുമെന്ന് കരുതിയ ഒരു കമ്മിറ്റി അംഗങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. നിങ്ങൾക്ക് ഒരു നല്ല തുക സംഭാവന നൽകാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അവർ പറഞ്ഞു. ആ ധനവാൻ മറുപടി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഗവേഷണമെല്ലാം നടത്തിയിട്ടാണ് വരുന്നതെന്ന്. എനിക്ക് എന്നെ മാത്രം ആശ്രയിക്കുന്ന വിധവയായ ഒരു അമ്മയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ലജ്ജയോടെ തങ്ങൾക്കറിയില്ല എന്ന് അവർ സമ്മതിച്ചു. 5 കുട്ടികളുള്ള യാതൊരു ഉപജീവന മാർഗമില്ലാത്ത ഒരു സഹോദരി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടതായി എനിക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വീണ്ടും അവർ ഇല്ല എന്ന് പറഞ്ഞു. അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ച് ജോലി ചെയ്യാനോ കുടുംബം പോറ്റാനോ കഴിയാത്ത ഒരു സഹോദരൻ എനിക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവർ വീണ്ടും പ്രതികരിച്ചു, ഇല്ല. അപ്പോൾ അദ്ദേഹം അഹങ്കാരത്തോട് പറഞ്ഞു, ഞാൻ അവരിൽ ആർക്കും ഒരു പൈസ പോലും നൽകിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ പള്ളിക്ക് എന്തെങ്കിലും നൽകുമെന്ന് കരുതുന്നുണ്ടോ? ഈ വിരോധാഭാസ കഥ ഇന്നത്തെ വിശുദ്ധ പൗലോസിൻ്റെ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിലെ 1-ാം വായനയിലെ വാക്യത്തിന് ഘടകവിരുദ്ധമാണ്. പൗലോസ് പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവരുടെ രക്ഷാധികാരി എന്നാണ് വിശുദ്ധ ലോറൻസ് അറിയപ്പെടുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ യേശുനാഥൻ പറയുന്നു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുന്നവൻ അത് നിത്യജീവനായി സൂക്ഷിക്കും. റോമൻ ചക്രവർത്തി സഭയുടെ നിധികൾ ആവശ്യപ്പെട്ടപ്പോൾ ലോറൻസ് ദരിദ്രരെല്ലാം ശേഖരിച്ച് അവരെ മുൻപിൽ നിർത്തി പറഞ്ഞു, ഇതാ സഭയുടെ നിധികൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം ഗോതമ്പ് ധാന്യത്തെക്കുറിച്ചുള്ള പരിചിതമായ ഒന്നാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഒരു ഗോതമ്പ് ധാന്യം നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതൊരു ധാന്യമായി തന്നെ തുടരും. അത് വേറൊരു ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കില്ല. ധാന്യം അത്യാവശ്യമാണ്. എന്നിരുന്നാലും നിലത്ത് ഇടുകയും അതിൻ്റെ നിലവിലെ അവസ്ഥയിലേക്ക് മരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ധാന്യം ഇപ്പോഴത്തെ രൂപത്തേക്കാൾ വളരെയധികം വളരാൻ സാധിക്കുന്നത്. ധാന്യത്തിന് വളരാനും ഭക്ഷണമാകാനും നിരവധി ആളുകളെ പോഷിപ്പിക്കാനും വലിയ കഴിവുണ്ട്. എന്നാൽ അത് ഇന്നത്തെ നിലയിൽ തന്നെ തുടർന്നാൽ ഒരിക്കലും ഫലം കായ്ക്കില്ല. പിന്നെ യേശു മനുഷ്യരെ കുറിച്ച് സംസാരിക്കുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ വളരാനും മറ്റുള്ളവരെ പോഷിപ്പിക്കുന്ന ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും വളരെയധികം കഴിവുള്ള ഒരു ഗോതമ്പ് ധാന്യം പോലെയാണ്. ഫലം കായ്ക്കുന്നതിന് നാം നമ്മളോട് തന്നെ മരിക്കണം, നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തണം എന്ന് യേശു പറയുന്നു. എന്നാൽ ആ പ്രക്രിയയിൽ നാം പുറപ്പെടുവിക്കുന്ന ഫലം അസാധാരണമായിരിക്കും. മാത്രമല്ല, അതുമൂലം നമുക്ക് നിത്യജീവനും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.